Please like and subscribe. അപ്പോൾ വീണ്ടും റാൻഡം റൈഡ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ പരിപാടിയാണ്. സ്പെഷ്യൽ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാവർക്കും അറിയാം, ഒരു മീൻ പീരയുടെ പരിപാടിയാണ്. അപ്പൊ സാധാരണ എല്ലാവരും മീൻ പീര മത്തി, കൊഴുവ, നത്തോലിയൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടാക്കുക. നമ്മളതൊക്കെ തന്നെ അതിന്റെ കൂടെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് കൂന്തളും കൂടി ഇട്ടിട്ട് ഒരു മീൻ പീര അത് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. സാധാരണ മീൻ പീര എല്ലാവരും വെക്കണതല്ലേ. ഇപ്പൊ കൊഴുവ നത്തോലിയും ഇതും മറ്റേ കൂന്തലും ഇട്ടിട്ടുള്ള മീൻ പീര എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അതുപോലെ തന്നെ ആദ്യം എല്ലാവരോടും ഒരു നന്ദി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇതിന് മുന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മറ്റേ എന്താ പറയാ, ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പറേഷൻ ഒരു വീഡിയോ. അത് ഏകദേശം ഒരു 5K വ്യൂസ് ആദ്യം കിട്ടി. ആദ്യമായിട്ടാണ് നമുക്കൊരു വ്യൂസിന് ഇത്രയ്ക്ക് വ്യൂസ് കിട്ടണേ. അപ്പൊ അതിനെല്ലാവരോടും വീണ്ടും ഒരു നന്ദി പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാ പരിപാടിയും ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് നല്ല നാടൻ കൊടംപുളി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൊടംപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മാറ്റി വേണമെങ്കിൽ കൊടംപുളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തോട്ടെ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടോ, ഒറ്റയടിക്ക് ഇടണ്ട, വലുതാക്കിയിട്ട് ഇടണ്ട. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം, മാക്സിമം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് എന്താ പറയാ, കുറച്ച് ഉപ്പും കൂടി ഇടുക. ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇത് അവിടെ ഇരുന്നോട്ടെ, ഇത് നമുക്ക് ആവശ്യം വരും. അപ്പം ഇത് അവിടെ ഇതിൻ്റെ മുക്കിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കും. ഇത് ഏറ്റവും അവസാനം നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൂ. അപ്പം ഇത് അവിടെ ഇരുന്നിട്ട് അവിടെ പിടിക്കട്ടെ. ഓക്കെ, അപ്പം അത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ബാക്കി മസാല പറ്റാനുള്ള പരിപാടികൾ നോക്കാം. മസാല അല്ല, തേങ്ങയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം മീൻ പീര ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ആദ്യം എന്താ വേണ്ടതെന്നുള്ളത് വേറെ ഒന്നുമല്ല, ഞാനിവിടെ കുറച്ച് തേങ്ങ, ഒരു 1/4 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണം മൺചട്ടിയിൽ ഉണ്ടാക്കാം, നോർമൽ ഇതിലുണ്ടാക്കണം. ഞാനിവിടെ മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഒരു 1/4 തേങ്ങ കേട്ടാ, ഫുള്ള് വേണ്ട, അത്ര വലിയ തേങ്ങയല്ല. അപ്പൊ ഒരു 1/4 തേങ്ങ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് അതിലേക്ക് മാറ്റി ഇട്ടു. ഓക്കെ, അപ്പൊ അത് അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ നിങ്ങൾ മാക്സിമം നടു കയറിയിട്ട് ഇടാൻ നോക്കുക. അപ്പൊ അത് അതിൽ നന്നായിട്ട് പിടിക്കും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇടാൻ നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് എടുത്തു മാറ്റാനും പറ്റും. ഇനി നമുക്ക് ഇടാനുള്ളത്, നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിടാം. ഓക്കെ, എത്ര ആവശ്യമുള്ള വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചു. അതുപോലെ നമുക്ക് ഇതിലേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് എന്ത്, ഇഞ്ചി. ഇതുപോലെ നമ്മൾ മാക്സിമം നല്ല വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാൻ ശ്രമിക്കുക. ഉണ്ടാക്കാൻ കഷ്ണങ്ങളല്ല, ഒരു മീഡിയം, നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഇടാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കുറച്ചൊരു 10 ചുവന്നുള്ളി ഉണ്ട്. ഓക്കെ, അതും നമുക്കിതുപോലെ ഒന്ന് ചോപ്പല്ല, ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ചുവന്നുള്ളി തന്നെ, സബോള യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, ചുവന്നുള്ളി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വീണ്ടും നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചുള്ള മിക്സിലേക്ക് ചേർക്കാം. 3 മിക്സും, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഈ 3 മിക്സും ഇതിലേക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, അധികം വേണ്ട, കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ. ഓക്കെ, പിന്നെ നമ്മൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം, അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ ആവശ്യം നമുക്ക് ചേർക്കാം. അതുകൊണ്ട് ഉപ്പ് അധികം ഇട്ട് ഉപ്പ് കൂടിയാലുള്ള പ്രശ്നം, കുറഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും ചേർക്കാമല്ലോ. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് പെരട്ട് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തും. അപ്പൊ നമ്മുടെ ഇതിന്റെ മെയിൻ പരിപാടി കഴിഞ്ഞു, അരപ്പിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ ചേർക്കാം. അപ്പൊ നമുക്കിനി കൂന്തള്, നമ്മുടെ സ്ക്വിഡ് ഒന്ന് ജസ്റ്റ് ഒന്ന്, ഇത് ഞാൻ ഇതുപോലെ ഫുൾ ഇതിലെ വലിച്ചില്ല, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. സ്ക്വിഡിന് നമ്മൾ ഗോവയിലൊക്കെ പറയുന്ന പേര് കലാമാരി എന്നാട്ടാ. നമ്മളിവിടെ കൂന്തൾ എന്നൊക്കെ പറയെങ്കിൽ അവര് കലാമാരി എന്നാ പറയാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ സ്ക്വിഡും നത്തോലിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ കട്ട് ചെയ്ത് വെച്ചുള്ള സ്ക്വിഡ് ഒന്ന് മെല്ലെ ഇതിലേക്ക് ആഡ് ചെയ്യാം.
പിന്നെ ഇത് സ്ക്വിഡ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇതൊന്ന് ഇങ്ങനെ വീണ്ടും ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നത്തോലി ആഡ് ചെയ്ത് ശ്രദ്ധിക്കുക. നത്തോലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ നത്തോലി എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് നേരെ ഇത് ഇതിലേക്ക് ചെയ്യാം, അടുപ്പത്തേക്ക് കയറ്റാം. കഴിഞ്ഞു. ഇത്ര പരിപാടിയുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. നേരെ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇത് അടുപ്പത്ത് ഇത് അങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഗ്യാസ് മംഗളകരമായി മഞ്ഞളിൽ ആരംഭിക്കാന്ന് പറഞ്ഞ പോലെ ഗ്യാസ് അങ്ങ് ഓൺ ചെയ്യാം. അതിനുശേഷം ഇനി അടുത്ത ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുടപ്പുളി ഇതിന് വെച്ചിട്ടുള്ളത് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചോളൂ. ഓക്കെ, നമുക്ക് ഈ കുടപ്പുളിയുടെ വെള്ളം നൈസായിട്ട് ചേർക്കാം. ഓക്കെ, ഇപ്പം നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അധികം ഇളക്കാതെ ഇതിപ്പോൾ ഒന്ന് ഇളക്കുക. ഇത് നമുക്കേ ഒന്ന് തിളയ്ക്കണ വരെ ഇതെല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് തിളയ്ക്കണ വരെ നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് കൂടി വേവിക്കണം. അത്ര പണിയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയത്തിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കും. ഇത് ഏകദേശം ഇത് കണ്ടില്ലേ, നമ്മൾ തള വരുന്ന സമയമായി. അതായത് ഇത് തള വരുന്നുണ്ട്. അപ്പൊ നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ്. മൂടി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നൊരു ഒരു മീനിനും ഇതിനൊരു മിനിമം, ഇത് രണ്ടും ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫിഷാണ് ഈ സ്ക്വിഡും നത്തോലി എന്ന് പറഞ്ഞാൽ. അധികം വേവൊന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ അത് ഏകദേശം അത് വെന്തോളും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ മൂടി വെക്കുക, വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ സ്റ്റീമിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളം വറ്റിക്കുക. അത്ര ഉള്ള പരിപാടി കഴിഞ്ഞു. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഏകദേശം 5 മിനിറ്റ് അതിന്റെ അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കാം. അതൊന്ന് ചട്ടി തുറന്ന് നോക്കി നോക്കാം. ഓക്കെ, വെന്തുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഏറ്റവും പരിപാടി ചെയ്യാനുള്ള ഈ വെള്ളം ഒന്ന് വറ്റിക്കണം. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ. അപ്പൊ വെള്ളം നന്നായിട്ടുണ്ട്. നമുക്ക് ഇത്രയധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചിട്ട് എടുക്കണം. അപ്പൊ അത് ഒന്ന് ഗ്യാസ് കൂട്ടി വെക്കുക. അതിനുശേഷം ഒരു വെള്ളം വറ്റുന്നവരിക്കുക. നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഒരുവിധം സെറ്റ് ആയിട്ട്, ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കരുത്. മീൻ പീര എപ്പോഴും ഒരു മീഡിയത്തിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പൊ ഒരുവിധം വെള്ളമൊക്കെ വറ്റി സെറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കഴിക്കണ പരിപാടി നോക്കി നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ മീൻ പീര നമ്മൾ ഇതിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ആവി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്തു. പിന്നെ കുറച്ച് ചെറുപയർ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ചെറുപയർ ഉപ്പേരി എടുത്തു. പിന്നെ ഇതും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം, അച്ചാറ് വിട്ടിട്ടുള്ള കളി നമുക്കില്ല. മാങ്ങാച്ചാറാണ്. കുറച്ച് അച്ചാർ എടുത്തു. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പീര. ആദ്യം 2-3 കൂന്തൽ എടുത്തു. പിന്നെ നത്തോലി എടുത്തു. നത്തോലി 2 എടുത്തു. നമുക്ക് ടേസ്റ്റ് ഒക്കെ ഇത്രയൊക്കെ പോരെ. മസാല ഇവിടുന്ന് കോരി എടുത്തു. ഓക്കെ, അപ്പൊ ഇതാ നത്തോലി, അച്ചാറ്, ചെറുപയറ്, ചോറ്. നമുക്കിത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിതാ കഴിക്കാൻ പോവാണ്. പുറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ബാംഗ്ലൂർ നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. നല്ല ഇപ്പൊ ഉച്ച നേരത്തൊക്കെ എന്ത് തണവാന്നറിയോ, എന്താ സംഭവം എന്നറിയില്ല. എന്താ ചെന്നൈയിൽ എന്താ സൈക്ലോൺ എന്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ല തണവുണ്ട്. അപ്പൊ പുറത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ചൂട് ചോറ് തണുപ്പത്തിരുന്ന് കഴിക്കുമ്പോഴേ ചൂട് ചോറും നല്ല അടിപൊളി. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താ പറയാ, പീര തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. എന്നിട്ടല്ലേ ബാക്കി. ഞാൻ പീരയുടെ ഒരു കൂന്തൽ മാത്രം, മസാലയും കൂന്തലും മാത്രം എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയാണ്. വാ, അടിപൊളി പാകം. അതുകൊണ്ട് ഒരു രാത്രി കഴിക്കുമ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത് പുളി അങ്ങനെ പിടിച്ചിട്ടേ നത്തോലി മാത്രം എടുത്തിട്ട് അടിപൊളി. ഞാൻ തന്നെ എടുക്കും. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇയാൾ തന്നെ ഉണ്ടാക്കുന്നു, ഇയാൾ തന്നെ കഴിക്കുന്നു, ഇയാൾ തന്നെ അടിപൊളി എന്ന് പറയുന്നു. അപ്പൊ അതേ പറ്റുള്ളൂ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. കുറച്ച് അച്ചാറ്, കുറച്ച് ചെറുപയറ്, കുറച്ച് പീര, ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ എന്താ ഒരു ഉരുളയാക്കി, എല്ലാ സാധനങ്ങളും കൂടി ഒരു ഉരുളയാക്കി ഇങ്ങനെ ഒന്നും പറയാം. പിന്നെ എന്ത് സാധനം എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും വിശക്കുമ്പോൾ മാത്രമേ
അതിൻ്റെ ഏറ്റവും നല്ല രുചി കിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, വിശപ്പാണ് ഏറ്റവും വലിയ രുചി. ഇന്നത്തെ വീഡിയോ കൂടുതലൊന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.